കേരള വാദ്യകലാ അക്കാദമിയുടെ അനുഷ്ഠാന വാദ്യകലാ രത്ന പുരസ്കാരവും കൂടാതെ നിരവധി ക്ഷേത്രങ്ങളിൽ നിന്നും അനുമോദന സമ്മാനങ്ങളിൽ ലഭിച്ച ക്ഷേത്രശ്രീ ക്ഷേത്രകലാപീഠം മുരളീധരമാരാരുടെ നേതൃത്വത്തിൽ അഷ്ടപതി കച്ചേരി ഇവിടെ ആരംഭിക്കുവാൻ പോകുന്നു. ഇതിൽ പങ്കെടുക്കുന്നവർ വോക്കൽ ശ്രീ മുരളീധരമാരാർ, ചെണ്ട യദുകൃഷ്ണൻ, മദ്ദളം ജയദേവൻ, ഇടയ്ക്ക നവനീത് കൃഷ്ണൻ, വയലിൻ ചേർത്തല രാജേന്ദ്രൻ RLV. ഇതോടൊപ്പം അഷ്ടപതിയെക്കുറിച്ച് 2 വാക്ക് പറയട്ടെ. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജയദേവ കവികൾ രചിച്ച ശ്രീ ഗീതാഗോവിന്ദം എന്ന മഹത്തായ സംസ്കൃത കാവ്യം അഷ്ടപതി എന്ന പേരിൽ നാടെങ്ങും പ്രചാരം നേടിയ ഒരു ഉത്തമ സൃഷ്ടിയാണ്. ഈ കാവ്യത്തിലെ 8 വരികളോ ഈരടികളോ അഥവാ പദങ്ങൾ അടങ്ങിയ സംസ്കൃത ഗീതങ്ങളാണ് അഷ്ടപദികൾ. സാഹിത്യപരമായും സംഗീതപരമായും ഭക്തി വിഷയത്തിലും ഉന്നത സ്ഥാനം ലഭിച്ച ഈ കാവ്യം വായിച്ച് രസിക്കുവാനും ഗാനം ചെയ്ത് ലയിക്കുവാനും നൃത്യകലാകാരന്മാർക്ക് മനം കുളിർന്നാടാനും കൃഷ്ണഭക്തന്മാർക്ക് ആലപിച്ച് ഭഗവാനെ സേവിക്കുവാനും ഉതകുന്ന ഒരു അത്ഭുത സൃഷ്ടിയാണ് അഷ്ടപതി. അഷ്ടപതിയാട്ടം എന്ന പേരിൽ ഇതിലെ പല ഭാഗങ്ങളും ദൃശ്യകലയായും അവതരിപ്പിക്കാറുണ്ട്. ക്ഷേത്രങ്ങളിൽ പൂജാതി അവസരങ്ങളിൽ ഇടയ്ക്കിടെ മധുരസ്വനത്തോടെ അഷ്ടപതിയിലെ പല ഭാഗങ്ങളും പാടാറുണ്ട്. അഷ്ടപതിയിലെ പ്രധാന വിഷയം രാധയുടെയും കൃഷ്ണൻ്റെയും പ്രണയവും രാസലീല വർണ്ണനവുമാണ്. ഇതിൽ പ്രശസ്തമായ അഷ്ടപതികളാണ് ദശാവതാരം, ധീരസമയിലെ രതിസുഖസാരെ, ഗതമഭിസാരെ, ചന്ദന ചർച്ചിത നീലകളേബരം. ദശാവതാരം അഷ്ടപതിയിൽ പ്രളയകാലത്ത് വേദങ്ങളെ രക്ഷിച്ച കൃഷ്ണനെ വാഴ്ത്തുന്നു. ശൃംഗാരപ്രധാനവും ആത്മീയവുമായ 24 അഷ്ടപതികളാണ് ഗീതാഗോവിന്ദത്തിൽ ഉള്ളത്. ഒരു ജീവാത്മാവ് എങ്ങനെ പരമാത്മാവിലേക്ക് ലയിക്കുന്നു എന്നുള്ളതാണ് ഈ മഹാകാവ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് രാധാദേവി ഭഗവാൻ കൃഷ്ണനിലേക്ക് ലയിച്ചു ചേരുന്ന ആ പ്രേമഭാവത്തിനെയാണ് അഷ്ടപതി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രത്തോളം മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളിൽ തട്ടി പാടി ഭഗവാനിലേക്ക് ലയിക്കുവാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് അഷ്ടപതി. രാഗവും താളവും അറിയാത്തവർക്ക് പോലും അഷ്ടപതി പാടി ഭഗവാനിലേക്കുള്ള ഭക്തി അർപ്പിക്കാൻ സാധിക്കും. ഭക്തജനങ്ങളുടെ ശ്രദ്ധയെ സ്വീകരിച്ചുകൊണ്ട് ഈ പരിപാടി ആരംഭിക്കുവാൻ ശ്രീ മുരളീധരമാരാരെയും സംഘത്തിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. तुम्हें तदिमो